ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് പപ്പായ കൊണ്ട് അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പഴുത്ത പപ്പായ 2 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, പാല് 2 കപ്പ്, കുരുമുളക് പൊടി 2 നുള്ള്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പപ്പായാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കുക. പിന്നെ പപ്പായയുടെ ആ മൂട് ഭാഗം കട്ട് ചെയ്ത് കളയുക. പപ്പായയുടെ ആ മൂടിൻ്റെ ഭാഗത്ത് നല്ല കട്ടി കാണും. ആ ഭാഗം നമുക്ക് മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ്ട, കാരണം അത് ഇട്ടാൽ കയ്പ്പ് വരും. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടെടുത്ത പാലാണ്, അപ്പോൾ ചെറിയ കട്ടകളുണ്ട് ഇതിൽ. ഇപ്പോൾ തണുക്കാത്ത പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിൽക്ക് ഷേക്ക് അടിച്ചതിന് ശേഷം ഐസ് കട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിനകത്തോട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട. ഇനി ഇതിലോട്ട് 2 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ പപ്പായ മിൽക്ക് ഷേക്കിന്. ഇനി ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കാം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ ഇതിൽ പാലോ വെള്ളമോ ചേർത്താൽ മതിയാകും. ഇത് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് അടിച്ചെടുത്ത് ഉടനെ കുടിക്കുന്നതാണ് ടേസ്റ്റ്. വച്ചിരുന്നാൽ ഇത് പിന്നെയും കട്ടിയായി പോകും. അപ്പോൾ പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പപ്പായ മിൽക്ക് ഷേക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. പിന്നെ പഴുത്ത പപ്പായ കഴിക്കാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മിൽക്ക് ഷേക്ക് അടിച്ചാൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.